പ്രിയ സുഹൃത്തുക്കളെ, വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം. ഞാനിത് ചെയ്യുന്നത് കോമല്ലൂർ 11ാം വാർഡിൽ മാവേലിക്കര താലൂക്ക് ചുനക്കര പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയ്ക്കകത്ത് നിന്നുകൊണ്ടാണ്. 11ാം വാർഡെന്ന കോമല്ലൂർ മറക്കാതിരിക്കുക. ഈ അന്തരീക്ഷം ഒന്ന് നോക്കിക്കേ, ഇത്ര സുന്ദരമാണെന്നേ. മനോഹരമായ ഒരു വയൽ പ്രദേശം. ഇത് വയലല്ല, ഇത് തോടാണ് ശരിക്കും. താഴോട്ടിറങ്ങിയാൽ ഒരാൾ താഴ്ചയുണ്ട്. 6 അടി വെള്ളമെന്നല്ല പറയണ്ടേ, അതിനേക്കാൾ താഴ്ചയുണ്ട്. 2 സൈഡുണ്ട്. 6 അടി താഴ്ചക്കുള്ളുണ്ട് ഇവിടെ. ഇത് ഞാൻ പറയുന്നതിൻ്റെ കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടെ ഒരു ചെറിയ വള്ളമൊക്കെ കൊടുത്ത് വൈകുന്നേരത്ത് വന്നാൽ ഇഷ്ടംപോലെ ആളുകൾ വരും. ഇതവിടെ സപ്താഹം നടക്കുന്ന ഒരു അമ്പലമുണ്ട്, തുരുത്തിയിലമ്പലം. ആ തുരുത്തിയിലമ്പലത്തിൻ്റെ സപ്താഹം നടക്കുകയാണ്. വെട്ടം അവിടം വരെ അവിടെ ഇട്ടിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ അല്ല, അവർ അമ്പലത്തിൽ നിന്ന് ഇട്ടേക്കുമായിരിക്കും. ഈ സൈഡ് നോക്കിക്കോളൂ. കണ്ണെത്താ ദൂരത്ത് കയൽപ്പരപ്പ് പോലെ പച്ചിപ്പിൻ്റെ ഓളങ്ങൾ നന്നായിട്ടുള്ളൊരു സ്ഥലമാണിത്. മനോഹരമായ, കണ്ട, ഇത്ര വിശാലമായ ഈ ഒരു അന്തരീക്ഷം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ സുന്ദരമായൊരു സ്ഥലം. ഈ നടുക്കൂടെ കിടക്കുന്ന സ്ഥലം, ഈ പായൽ കാണുന്നത് ആഫ്രിക്കൻ പായൽ നമ്മൾ പറയും. ഈ ആഫ്രിക്കൻ പായൽ അല്പമൊന്ന് മാറ്റിയാൽ കുഞ്ഞുങ്ങൾക്ക് കക്കായിങ്ങോ അല്ലെങ്കിൽ വള്ളം തുഴയാനോ ഒക്കെ പഠിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇനിയും പറയുന്നത്, അപ്പുറത്തെ തുരുത്തിയിൽ അമ്പലത്തിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അമ്പലത്തിൽ നിന്ന് സപ്താഹത്തിൻ്റെ നാദസ്വരങ്ങൾ, അതായത് സന്ധ്യയാകുമ്പോൾ ദീപാരാധനയ്ക്കായിരിക്കാം. അപ്പോൾ അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അത് ദീപാരാധനയിൽ എത്തുന്നതിന് മുമ്പുള്ള ശബ്ദമാണ്. ഇത് ഞങ്ങളുടെയൊക്കെ അമ്പലമാണ്. ആ അമ്പലവും ഇപ്പുറത്തെ ആശാരിയുമൊക്കെ കൂടെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണിത്. ഈ റോഡ് ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ഇത് ഞാൻ MP കൊടിക്കുന്നിൽ സുരേഷിനോടും അരുണിനോടും ഒക്കെ, അരുൺ ഇവിടുത്തെ MLA ഒക്കെ പറയാണ്, സ്നേഹത്തോടെ പറയാണ്, ഇത് ശരിക്കും ഒരു കൂട്ടം മനുഷ്യരുടെ സ്ഥലമാണിത്. അത്യാവശ്യം മദ്യപിക്കുക, പിന്നെ അവർക്കിഷ്ടമുള്ളതൊക്കെ, എല്ലാത്തിലേക്കും ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഈ 2 ഗ്രാമങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഇടത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റ്, ഇത് തുരുത്തിയിൽ അവിടുന്നും ആശാരിമുക്കിനും പരസ്പരം ബന്ധിപ്പിക്കുന്നത്. ഇത്ര മനോഹരമായൊരു സ്ഥലത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇടാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇത്ര മനോഹരമായൊരു പ്രദേശം നമ്മൾ നശിപ്പിക്കുകയല്ലേ. ശ്രീകണ്ഠൻ നായർ സാർ, ഞാനിത് അങ്ങേക്ക് സെൻഡ് ചെയ്യും. അങ്ങത് അങ്ങയുടെ റിപ്പോർട്ടേഴ്സ് മാവേലിക്കരയുണ്ട്, അല്ല ആലപ്പുഴയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങേക്ക് മെല്ല എന്ന് പറയപ്പെടുന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വളർന്ന് സമൂഹത്തിൻ്റെ അഭ്യുന്നതിയിലെത്തിയിരിക്കുന്ന അങ്ങേക്ക് ഇതൊന്ന് ഞാൻ ഈ പറയുന്ന ഒന്ന് എയർ ചെയ്യാൻ സാധിച്ചാൽ, ഇവിടെ ഈ 2 ഗ്രാമങ്ങളെ സംബന്ധിക്കുന്ന ഒരു നല്ല റോഡാണിത്. ഈ റോഡിൽ അത്യാവശ്യം സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് തരുന്നതിന് കറണ്ട് തന്നാൽ മതി. ഞങ്ങളിട്ടോളാം ലൈറ്റ്. കറണ്ട് തന്നാൽ മതി. അപ്പുറം ഇപ്പുറം ബന്ധിപ്പിക്കുന്ന ഒരു കറണ്ട് നമുക്ക് കിട്ടിയാൽ ഉറപ്പായിട്ട് ലൈറ്റ് ഞങ്ങളിട്ടോളാം. ലൈറ്റ് ഞങ്ങൾ സ്പോൺസർ ചെയ്തോളാം. അപ്പോൾ അത് അത്യാവശ്യം ചെയ്താൽ സമൂഹത്തിൻ്റെ, അങ്ങയുടെ യാത്രയുണ്ടല്ലോ, എന്തിനെതിരെ, അങ്ങ് ഡ്രഗ്സിനെതിരെ, പദാർത്ഥങ്ങൾക്കെതിരെ അങ്ങ് നടത്തിയ യാത്ര, ആ യാത്ര അങ്ങേക്ക് മനോഹരമായിട്ട് തീർക്കാൻ സാധിക്കും. ഇത് അതിൻ്റെ രാസലഹരിയുടെയും മറ്റുമൊക്കെ ഒരു കേന്ദ്രമായി മാറുന്നത് കൊണ്ടാണ് രാത്രിയിലെങ്കിലും ലൈറ്റ് ഇടുക. പോലീസുകാർ വന്ന് പേടിപ്പിച്ചാൽ എത്ര പേടിപ്പിക്കും. പക്ഷേ ലൈറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമല്ല, അനേകരെ ആകർഷിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ഞാൻ ഇതിൻ്റെ എല്ലാ വ്യൂവും, 4 സൈഡിലും വ്യൂ. മേളിലൊരു കാവാണ്, കാവ് സംരക്ഷിക്കാനൊക്കെ പറയത്തില്ലേ, അപ്പോൾ അതുപോലെ മനോഹരമായൊരു സ്ഥലമാണിത്. ഞാൻ ശ്രീകണ്ഠൻ നായർ സാറിന് ഇട്ടേക്കാം, അങ്ങ് എഡിറ്റ് ചെയ്തിട്ടാട്ടെ. സമൂഹത്തിൻ്റെ എല്ലാവരുടെയും ഞാൻ പറയണം, ഇത്ര മനോഹരമായൊരു സ്ഥലം. വൈകുന്നേരത്തിൽ വന്ന് 10 മിനിറ്റ് ഇരിക്കുക. അമ്പലത്തിൻ്റെ നാദസ്വരം അല്ലെങ്കിൽ മനോഹരമായ ശബ്ദം നമുക്ക് അല്പനേരം ഇരുന്ന് കേൾക്കാനും സുന്ദരമായിരിക്കാനും. ഞാൻ ജോർജ് കുളങ്ങര ഇവിടെ കൊണ്ടുപോകണം എൻ്റെ ആഗ്രഹം.
അത് ഗംഭീരമെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം. ഒരു ലൈറ്റിന് വേണ്ടി ആണ് ഇത്ര ഒരു വീഡിയോ ചെയ്തേക്കുന്നത് വൈകിട്ട് വന്ന്. അപ്പോൾ മനോഹരമായ ഈ ആകാശക്കാഴ്ച, ഭൂമിക്കാഴ്ച, മണ്ണിൻ്റെ കാഴ്ച, അങ്ങനെ സുന്ദരമായി പോകുന്ന ഈ ഒരു പ്രദേശത്തെ ആരെയും കളയാതിരിക്കുക. ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് നല്ലതാണ്. നിർത്തുന്നു. നല്ല കാര്യം. സന്തോഷം. ജോൺസൺ കരൂർ.